എടാ ഷിൻചാനെ, നിനക്കൊരു കാര്യമല്ലോ? നമ്മുടെ സിറ്റിയിലെ ട്രെയിനൊക്കെ വന്നേക്കാ. ഇനി മുതലേ നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാം. ആ ജാക്കണ്ണ, അത് ഞാൻ അറിഞ്ഞു. നമ്മുടെ സിറ്റിയിൽ ഒരു പുതിയ ട്രെയിൻ വന്നു. എന്നാ പിന്നെ നമുക്കേ ആ ട്രെയിനിൽ കറങ്ങാൻ പോയാലോ? എന്തു പറയണു? ഞാൻ പിന്നെ ഇതുവരെയ്ക്കും ഇന്ത്യൻ ട്രെയിനിൽ കയറിയിട്ടില്ലേ. ആണോ? എന്നാ ശരി, നമുക്കപ്പോൾ ട്രെയിനിൽ കറങ്ങാൻ പോവാം. ഞാനും ഇതൊരിക്കും ട്രെയിനിലൊന്നും കറങ്ങിയിട്ടില്ല. നമ്മുടെ സിറ്റിയിൽ ആദ്യമായിട്ടാ ട്രെയിനൊക്കെ വരണേ. എന്നാ പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോവാം. അല്ല, ഇതെന്തത്? പോലീസുകാർ എൻ്റെ പിന്നാലെ വരുന്നുണ്ടല്ലോ. ഞാൻ പിന്നെ അറിയാണ്ടേ ഒരുത്തനെ വണ്ടി ഇടിച്ചു കൊന്നു. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പോലീസുകാരെ വെറുതെ കൊണ്ടാ എല്ലാത്തിനും തീർത്തളയാം. അയ്യോ, എൻ്റെ വെപ്പൺസ് എവിടെയാ? എടാ ഷിൻചാനെ, എൻ്റെ വെപ്പൺസ് കാണാനില്ല. ഞാൻ വെപ്പൺസ് എടുക്കാൻ മറന്നു. എടാ ജാക്കേ, താൻ എന്തൊരു പണി കാണിച്ചേ? നീ 2 പേരെയാ വണ്ടി ഇടിച്ചു പോന്നേ. നിന്നെ ഞാൻ വെറുതെ ഓടില്ല. വായോ, നമുക്കിനി നേരെ ജയിലിൽ പോവാം. അയ്യോ സാറേ, അറിയാണ്ട് പറ്റിപ്പോയതാ. നമ്മളെ വെറുതെ വിട്ടേക്ക്. ഏയ്, നിന്നെ വെറുതെ വിട്ടാ ശരിയാവില്ല. ഓഫീസേഴ്സ്, ഇവനിങ് അറസ്റ്റ് ചെയ്തേക്ക്. ആ ചെറിയ ചെക്കനും അറസ്റ്റ് ചെയ്തോ. 2 പേര് ജയിലിൽ കിടക്കട്ടെ. Meanwhile, എടാ ഷിൻചാനെ, ഇതിപ്പോ എന്താണ്ടായേ? നമ്മളിവിടെ ജയിലിൽ പെട്ടുപോയല്ലോ. അണ്ണൻ എന്തിനാ വണ്ടി നിർത്തിയേ? വണ്ടി നിർത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നേരെ പോയാൽ മതിയായിരുന്നു. അണ്ണൻ വണ്ടി നിർത്തിയ കാരണ പോലീസുകാർ നമ്മളെ അറസ്റ്റ് ചെയ്തേ. ഇല്ലായിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യില്ലായിരുന്നു. ആടെ ഷിൻചാനെ, അത് ശരിയാ. വണ്ടി നിർത്തണ്ടായിരുന്നു. വണ്ടി നിർത്തിയ കാരണ ഞാൻ ജയിലിൽ പെട്ടുപോയേ. എടാ ഷിൻചാനെ, ഞാൻ ആദ്യം വിചാരിച്ചത് പോലീസുകാരായിട്ട് ഫൈറ്റ് ചെയ്യാന്ന്. നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ വെപ്പൺസ് കാണാനില്ല. വെപ്പൺസ് എടുക്കാൻ മറന്നു. അവിടെ നമുക്ക് പണിപ്പാളിയേ. വെപ്പൺസ് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് അവരായിട്ട് ഫൈറ്റ് ചെയ്യായിരുന്നു. അതെ, ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫ്രാങ്ക്ലിനെ വിളിക്കാം. ഫ്രാങ്ക്ലിൻ നമ്മളെ എന്തായാലും രക്ഷിക്കും, അത് ഉറപ്പാ. 20 minutes later. ഗൈസ്, ഇവിടെ ഇപ്പോൾ ജാക്ക് നമ്മളെ വിളിച്ചേക്കാണ് കേട്ടാ. ജാക്കിനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തു. നമുക്കപ്പോൾ ജാക്കിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞാൻ പിന്നെ സൈക്കിളും ചോട്ടി ഇന്ത്യൻ തെഫ്റ്റ് ഓട്ടോ സിറ്റിയിൽ വന്നേക്കാ. ഇതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. നമുക്ക് ഈ സൈക്കിളെ ഇവിടെ പാർക്ക് ചെയ്യാം, എന്നിട്ട് ജാക്കിനെ രക്ഷിക്കാം. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ കുഴപ്പമില്ല ഏട്ടാ. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങോട്ടേക്ക് വരണേ. നമ്മുടെ ജാക്ക് പിന്നെ അവിടെ നിൽക്കുന്നുണ്ട്. എടാ ജാക്കേ, എന്താണ്ടായേ? പോലീസുകാരെ എന്തിനാ അറസ്റ്റ് ചെയ്തേ? എടാ, അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ ആദ്യം നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷിക്ക്. ആടെ ജാക്കേ, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. ഞാനിവിടെ ഉള്ളപ്പോഴേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്കപ്പോൾ ആ സാറിനോട് സംസാരിക്കാം. എടാ സാറേ, താൻ എന്തൊരു പണി കാണിച്ചേ? ജാക്കിനെ അറസ്റ്റ് ചെയ്യാറായ? അതെ, മര്യാദയ്ക്ക് ജാക്കിനെ വെറുതെ കേട്ടോ. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ കളി മാറും. അല്ല, ഇത് ഏത് ഈ വേട്ടവളയൻ? അതെ, മര്യാദയ്ക്ക് ഇവിടുന്ന് സ്ഥലം കേട്ടോ. അതായിരിക്കും നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ നിന്നെയും പിടിച്ച് ജയിലിടും. ഇവിടെ കാര്യം പറയാം. അത് ശരി, എന്നെ ജയിലിടാറായ? അതെ, നിങ്ങൾക്ക് ഞാൻ ആരാന്ന് ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട്. ഞാനില്ലേ, ഞാനും വലിയൊരു ഗ്യാങ്സ്റ്ററാ. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D സിറ്റിയിൽ ഞാനാണ് വലിയ ഗ്യാങ്സ്റ്റർ. എൻ്റെ അടുത്ത് കളിക്കാറായ നിങ്ങൾ ഞാൻ വെറുതെ ഓടില്ല. അതെ, ഒരു കാര്യം ചെയ്യാം, ഇവന്മാരുടെ മേത്തെ RPG വിടാം. അതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ചാവില്ലേ. എനിക്ക് പിന്നെ 2 സ്റ്റാർ മാർക്കറ്റ് ലെവൽ കിട്ടി. അതിപ്പോൾ കുഴപ്പമില്ല, അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ പോലീസുകാരുണ്ട്. ആദ്യം എല്ലാത്തിനും തീർത്തളയാം. ചാവടങ്ങോട്ട് ചാവ്, ഒരൊറ്റ എണ്ണത്തിനും വെറുതെ ഓടില്ല. എൻ്റെ ജാക്കിനെ അറസ്റ്റ് ചെയ്യാറായ? നിങ്ങൾക്ക് അതിന് മാത്രം ധൈര്യം വന്നാ? ചാവ് അങ്ങോട്ട്. എന്തായി, എല്ലാവരും തീർന്നാ? ഇവിടെ ഒരാൾ ബാക്കിയുണ്ട്, ഇയാളും കൂടി അങ്ങ് തീർത്തളയാം. ഓക്കെ, നമ്മളങ്ങനെ എല്ലാത്തിനും തീർത്തളഞ്ഞു, ഒരാളിനും ബാക്കി വെച്ചില്ല. ഇനിയിപ്പോൾ നമുക്ക് ജാക്കിനെ പുറത്തിറക്കാം. ജാക്കിൻ്റെ കൂടെ ഷിൻചാനുണ്ട്. എടാ ജാക്കേ, വായോ, നമുക്കിനി ഇവിടെ നിന്ന് പോവാം. ഇവിടെ നിന്ന് നിൽക്കണതേ ഒട്ടും സേഫ് അല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാം. എടാ ഫ്രാങ്ക്ലിനെ, എന്തുട്ടായാലും നീ കറക്റ്റ് ടൈമിലാണ് വന്നേ. ഇല്ലായിരുന്നെങ്കിൽ പണിപ്പാളിയനെ. ഈ പോലീസുകാർ നമ്മളെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയേനെ. നീ പിന്നെ കറക്റ്റ് ടൈമിൽ വന്നു, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. എന്തെങ്കിലും ആവട്ടെ. എടാ ഫ്രാങ്ക്ലിനെ, വന്ന് വണ്ടിയിൽ കയറ്. നമുക്കേ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവാം. നീ ഒരു കാര്യം അറിഞ്ഞാ, നമ്മുടെ സിറ്റിയിൽ പുതിയ ട്രെയിനൊക്കെ വന്നു, പുതിയ റെയിൽവേ സ്റ്റേഷൻ വന്നു. ആടെ ജാക്കേ, അതൊക്കെ ഞാൻ അറിഞ്ഞു. അതെ, നമുക്കപ്പോൾ ആ ട്രെയിനിൽ കറങ്ങാൻ പോയാലോ? എൻ്റെ സിറ്റിയിലും ട്രെയിനൊക്കെ ഉണ്ട്,
പക്ഷെ ഇവിടുത്തെ ട്രെയിനിൽ ഞാൻ കറങ്ങിയിട്ടില്ല. നമുക്ക് ഇവിടുത്തെ ട്രെയിനിൽ കറങ്ങിയാലോ? ആടെ ഫ്രാങ്ക്ലിനെ, അതിനിപ്പോൾ എന്താ, നമുക്ക് ഇവിടുത്തെ ട്രെയിനിൽ കറങ്ങാൻ പോവാം. നമ്മൾ ആക്ച്വലി അതിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയേ. പക്ഷേ വരുന്ന വഴിയില്ലേ ഞാൻ അറിയാണ്ട് 2 പേരെ വണ്ടിടിച്ച് കൊന്നു. അങ്ങനെ പോലീസ് കേസായി. ഇനിയിപ്പോൾ സീനില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ സ്റ്റേഷനിൽ പോവാം. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തൊരു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരുക്കി സബ് ചെയ്യാത്തൊരു തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമ്മളങ്ങനെ ഫൈനലി സ്റ്റേഷനിൽ വന്നേക്കാ. ഇതാണ് നമ്മുടെ സിറ്റിയിലെ പുതിയ റെയിൽവേ സ്റ്റേഷൻ. നമുക്കിനി പ്ലാറ്റ്ഫോമിൽ പോവാം. നമുക്ക് വണ്ടി എടുത്തിട്ട് മേലേക്ക് പോവാം. ഈ സ്റ്റേഷനിൽ പിന്നെ 2-3 റെയിൽവേ ട്രാക്ക് ഉണ്ട്. പക്ഷേ ഒരു ട്രാക്കിൽ മാത്രമേ ട്രെയിൻ വരുള്ളൂ. അത് ദേ ഈ കണ്ണ ട്രാക്കാ. നമുക്കപ്പോൾ ഇവിടെ ഇങ്ങ് നിൽക്കാം. ട്രെയിൻ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. എടാ ജാക്കേ, നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. ടിക്കറ്റ് എടുക്കണ്ടേ? ടിക്കറ്റാ? അതെന്താ സംഭവം? എടാ, ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെ ഈ സിറ്റിയിലെ വലിയ ഗാങ്സ്റ്റേഴ്സാ. നമ്മൾ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യും. ചേട്ടാ, അതെ, ട്രെയിൻ എപ്പോഴാണ് വരിക? കുറേ ടൈം എടുക്കുമോ? അധികം സമയം എടുക്കില്ല. ഒരു 5 മിനിറ്റ്. ആണോ? എന്നാൽ ശരി, നമുക്കപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. यात्रीगण कृपया ध्यान दीजिए। ट्रेन नंबर 12100 ITA सुपरफास्ट एक्सप्रेस कुछ ही समय में प्लेटफॉर्म क्रमांक 1 पर आने वाली है। ഗൈസ്, ഇവിടെ ഇപ്പോൾ അനൗൺസ്മെൻ്റ് ഒക്കെ വന്നു. ഇതുണ്ടില്ലേ, ട്രെയിന് പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നേക്കണ്. ഇതാണ് ഇവിടുത്തെ ട്രെയിന്. ഇതിൽ പിന്നെ AC കോച്ചൊന്നുമില്ല. ഇതിൽ ജനറൽ മാത്രമുള്ളൂ. ഇവിടെ ഷിൻചാനെ, ഫ്രാങ്ക്ലിനെ, വായോ, വന്ന് ട്രെയിനിൽ കയറ്. ഇതാണ് നമ്മുടെ ട്രെയിന്. ഇത് പിന്നെ ജനറൽ കോച്ചാ. അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കയറിയിരിക്കാം. ഇഷ്ടമുള്ള സീറ്റിലിരിക്കാം. ഇവിടെ ഷിൻചാനെ, ഫ്രാങ്ക്ലിനെ, നിങ്ങൾ തൽക്കാലം ഇവിടെ ഇരുന്നോ. വേഗം സീറ്റ് പിടിച്ചോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിരിക്കേ. ഞാൻ പിന്നെ ഡോറിൻ്റെ അടുത്ത് നിന്നോളാം. എനിക്ക് ഡോറിൻ്റെ അടുത്ത് നിൽക്കാൻ ഇഷ്ടം. ഓക്കെ, ഇവിടെ അങ്ങനെ ട്രെയിനൊക്കെ എടുത്തേക്കാ. സ്റ്റേഷനിൽ നിന്ന് എടുത്തു. ഷിൻചാനും ഫ്രാങ്ക്ലിനും പിന്നെ അവിടെ സീറ്റിലിരിക്കണ്ടേ. ഞാൻ പിന്നെ ഡോർ സൈഡിൽ നിന്നു. ശരിക്കും ഡോർ സൈഡിൽ നിൽക്കണതേ അപകട, ഒട്ടും സേഫ് അല്ല. ഒന്ന് ചെറുതായിട്ട് കാല് തെറ്റിയാൽ മതി, അന്നേരം നമ്മൾ തലയിടിച്ച് വീഴേ. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ സീറ്റിൽ കൂടി ഇരിക്കാം. ഗൈസ്, അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ഹാവ് എ നൈസ് ഡേ. ദേ നമ്മുടെ വീട്.